എല്ലാവർക്കും സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പേര് വെർജിൻ മൊഹിറ്റോ അല്ലെങ്കിൽ മൊജിറ്റോ എന്നും ചിലർ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ മൊഹിറ്റോ തയ്യാറാക്കാനായി ഞാനിവിടെ ഇതുപോലത്തെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നാരങ്ങയുടെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത നാരങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മിക്സായി കിട്ടും. ഇത് ഞാൻ മധുരത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്യുകയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ നീരും പുതിനയുടെ ഇലയുടെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് 2 ഗ്ലാസ്സിൽ നന്നായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ക്രഷ് ചെയ്യരുത്. ഒരുപാട് നമ്മൾ ക്രഷ് ചെയ്തുള്ളൊരു കുഴപ്പം ആ നാരങ്ങയുടെ ഒരു കയ്പ്പ് നമുക്കതിനകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ ഒരുപാട് ശക്തിക്ക് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നീരിറങ്ങാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2ലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിലേക്കും ഞാൻ ഐസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തണുത്ത സോഡയാണ് ആഡ് ചെയ്യുന്നത്. സോഡ ആഡ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ മിൻറ്റ് ലീവ്സും നമ്മളിട്ട നാരങ്ങയെല്ലാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പൂണ് കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് സ്പ്രെഡ് ആവാനായിട്ട്. ഇതുപോലെ തന്നെ 2 ഗ്ലാസ്സിലും ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ തണുത്ത സ്വാദിഷ്ടമായ വെർജിൻ മൊഹിറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു നാരങ്ങയുടെ പീസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാൻ 2 ഗ്ലാസ്സിലും ഓരോ നാരങ്ങയുടെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെർജിൻ മൊഹിറ്റോയുടെ ഫൈനൽ ലുക്ക്. ഇത് വളരെ എളുപ്പമാണ്. വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്കിത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് കുടിക്കുവാണേ. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ വെർജിൻ മൊഹിറ്റോ കുടിച്ചു നോക്കാൻ പോവുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല റിഫ്രഷിംഗ് ആണ്. നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത്. പിന്നെ കുടിക്കാൻ തോന്നുന്നു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചൂടുകാലത്ത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.